പ്രഭാതഭേരി. അൽഗോരിതങ്ങൾ നമ്മുടെ ശ്രദ്ധയെ നിർണ്ണയിക്കുകയും സ്ക്രീനുകൾ ദൈനംദിന അത്ഭുതങ്ങളെ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന ഈ പുതിയ ലോകത്ത് മായാജാലക്കാരുടെ വിദ്യകൾക്ക് എവിടെയാണ് ഇടം? കമ്പ് പൂവാവുകയും പൂവ് തുണിയാവുകയും തൊപ്പിയിൽ നിന്ന് പ്രാവുകളും മുയലുകളും മറ്റു മൃഗങ്ങളും പറക്കുകയും ചെയ്യുന്ന അത്ഭുത ജാലവിദ്യകൾക്ക് കാഴ്ചക്കാരുണ്ടോ? വാഴക്കുന്നം മുതൽ പ്രഗത്ഭരായ മായാജാലക്കാരെ കൊണ്ട് സമ്പന്നമായിരുന്ന കേരളം വേദികളിൽ മാജിക്കിന്റെ സംസ്കാരത്തെ പരിപോഷിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വിദ്യയെ സജീവമായി നിലനിർത്താൻ പാടുപെടുകയാണ് ഇന്നത്തെ മജീഷ്യന്മാർ. ഭാരതീയ കലകൾ 64 എണ്ണമാണ്. ഇതിൽ 20ാമത്തെ സ്ഥാനത്താണ് മാജിക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മജീഷ്യൻ ജയദേവ്, കോട്ടയം. അവിടെ മാജിക് എന്നല്ല, ഇന്ദ്രജാലം എന്ന വാക്കാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. ദേവേന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹം ചെയ്തിട്ടുള്ള അത്ഭുത പ്രവർത്തികൾ എന്ന രീതിയിലാണ് ഇന്ദ്രജാലം ഉണ്ടായത്. ഒരു വസ്തു നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞ് അത് അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് അത് ഭയങ്കരമാണ്. അതിന് ഭാഷയുടെ ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഈ കലയുടെ പ്രാധാന്യം ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് സംശയമാണ്. വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഒരു പക്ഷേ ജീവിക്കാൻ മാർഗമുണ്ടോ എന്ന് പോലും അറിയത്തില്ല. ഒരു കാലത്ത് അവർ കൈയടി നേടിയിട്ടുള്ള ആൾക്കാരായിരിക്കാം. മാജിക് കലാകാരന്മാർക്ക് ഇന്ന് പ്രോഗ്രാമുകളൊന്നും ധാരാളം ലഭിക്കുന്നില്ല. നമ്മളൊരു 100 നോട്ടീസ് അടിക്കുന്നതിന് തുല്യമാണ് 100 പേര് നമ്മുടെ പ്രോഗ്രാം കാണുന്നു എന്ന് പറയുന്നത്. അതുപോലെ മറ്റുള്ളവരെല്ലാം ഈ കലയുടെ പ്രാധാന്യം മനസ്സിലാക്കി ഇന്ന് നിർധനരായിട്ടുള്ള ഓരോ മാജിക്കുകാർക്ക് ഒരു ചെറിയ അവസരങ്ങളെങ്കിലും കൊടുത്ത് അവരെ സഹായിക്കണം. ഇന്ന് രംഗത്തേക്ക് വരാൻ അറിയാൻ വരാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരെ ഒന്ന് കൊണ്ടുവന്ന് നോക്ക്, നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഇത്രയും ഒരു കഴിവ് അവരിൽ ഒളിഞ്ഞിരിക്കുന്നു. ഈ കല അന്യം നിന്ന് പോകാതിരിക്കാൻ വരും തലമുറയെ ഇത് കാണിക്കേണ്ടതായിട്ടുണ്ട്. കോവിഡ് കാലത്ത് കേരളത്തിലെ സാംസ്കാരിക പരിപാടികളും ക്ഷേത്രോത്സവങ്ങളും പൊതുപരിപാടികളും ടൂറിംഗ് ഷോകളും അടച്ചുപൂട്ടിയതോടെ മാന്ത്രികർക്ക് വേദിയും വരുമാനവും നഷ്ടമായി. മാജിക്കിനായുള്ള ഉപകരണങ്ങളും അനുബന്ധ വസ്തുക്കളും നശിച്ചുപോയതും കലാകാരന്മാർക്ക് ഏറെ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കി. മാജിക്കിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ചെറുതും വലുതുമായ ടീമുകളിലെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു കൂട്ടത്തെയാണ് ഈ പ്രതിസന്ധി ബാധിച്ചത്. ഒരു മാജിക് ട്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 12 മുതൽ 15ഓളം വരുന്ന ആർട്ടിസ്റ്റുകൾ ഉണ്ടായി. മജീഷ്യൻ മനു പൂജപ്പുര. ഒന്നുമില്ലെങ്കിൽ ഒരു ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ 1000 രൂപ കിട്ടുമല്ലോ. അപ്പൊ ജീവിതത്തിന്റെ ചെലവിന്റെ ഒരു ഭാഗം അതിൽ നിന്ന് കിട്ടും എന്നുള്ള വിശ്വാസത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആൾക്കാര് പിന്നെ ചിന്തിച്ചു പോകും, ഞങ്ങൾ എന്തിനാ ഇതിന്റെ പുറകെ നടക്കുന്നത്? ഞങ്ങൾക്ക് വേറെ ജോലി നോക്കിക്കൂടെ? ഇയാൾക്ക് മാസത്തിൽ കിട്ടുന്ന 2-3 ഷോയ്ക്ക് വേണ്ടി ഞാൻ എന്തിനാ എന്റെ ജീവിതം പാഴാക്കുന്നത് എന്നൊരു മനോഭാവത്തിലേക്ക് ആൾക്കാർ വന്നതോടുകൂടി തന്നെ ട്രൂപ്പിലേക്ക് ആൾക്കാർ കിട്ടുന്നതും വളരെ കുറഞ്ഞു പോയി. അതോടുകൂടി പ്രൊഫഷണൽ മാജിക് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണത്തിലും വളരെയധികം കുറവുണ്ടായി. വലിയ വലിയ ഷോസ് ചെയ്തുകൊണ്ടിരുന്ന പലരും ഓട്ടോ ഓടിക്കാൻ തുടങ്ങി, കൂലിപ്പണിക്ക് പോകാൻ തുടങ്ങി, പെയിന്റ് പണിക്ക് പോകാൻ തുടങ്ങി, കാറ്ററിംഗ് പണിക്ക് പോകാൻ തുടങ്ങി. പ്രൊഫഷണൽ മാജിക് എന്ന് പറയുമ്പോൾ തന്നെ സൗണ്ട് സിസ്റ്റം, ലൈറ്റ്, ആർട്ടിസ്റ്റിന്റെ കോസ്റ്റ്യൂംസ്, അതുപോലെ തന്നെ വാഹനം, ഒരു അമിത ചെലവാണ് ഒരു മജീഷ്യനെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. അവന്റെ കയ്യിൽ പണം ഇല്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവൻ ലോൺ എടുക്കേണ്ടി വരുന്നു. പക്ഷേ ഈ സീസൺ ബിസിനസ് മാത്രമാണ് ഈ മാജിക്. ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സീസണിന് വേണ്ടി അവൻ കാത്തിരിക്കുക. മജീഷ്യനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കലാകാരന്മാർ, അതായത് ആർട്ടിസ്റ്റുകൾ എന്നും സ്ഥിരമായി നിൽക്കുമെന്നുള്ളതിന് ഉറപ്പുമില്ല. അപ്പോൾ നമ്മൾ ഇവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത കാശുകളെല്ലാം നമുക്ക് വേസ്റ്റ് ആവുകയാണ്. അടുത്ത സീസൺ ആകുമ്പോഴത്തേക്കും വേസ്റ്റ് ആവുകയാണ്. അപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് എടുത്ത എമൗണ്ട് ഇത് അടയ്ക്കാൻ അടുത്ത സീസൺ വരെ അവന് കാത്തിരിക്കേണ്ട ഒരു സമയം വരികയും ചെയ്യുകയാണ്. മജീഷ്യൻ VR ബ്രഹ്മ. ഇന്ന് വേദികൾ കിട്ടാത്തത് മൂലം തുടർന്ന് മറ്റൊരു തൊഴിൽ അറിയാത്തത് കൊണ്ടും ജീവിതം വഴിമുട്ടിപ്പോയിട്ട് ആത്മഹത്യയിലേക്ക് നടന്നു നീങ്ങിയ ഒരുപാട് കലാകാരന്മാരുണ്ട്. തൊഴിൽ ഉപേക്ഷിച്ച് കൂലിപ്പണികൾ ചെയ്ത് ജീവിക്കേണ്ടി വന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്. ഞാനും 2 ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സും ഒരു ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സും ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും നേടിയ കലാകാരനാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്നത്തെ കാലത്ത് ഇനി അങ്ങോട്ട് പുതിയതായിട്ട് ജീവിച്ചു പോകാൻ കലാമേഖലകൾക്ക് വേണ്ടുന്ന ഒരു പ്രോത്സാഹനമോ വേദികളോ കിട്ടാത്തൊരു സാഹചര്യമായതുകൊണ്ട് മറ്റെന്തെങ്കിലും കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റി ജോലിയോ അതല്ലെന്നുണ്ടെങ്കിൽ ലോട്ടറി കച്ചവടമോ അങ്ങനെ എന്തെങ്കിലും. ഞാൻ തന്നെ വർക്ക് ചെയ്തിരുന്നത് ഒരു അമ്യൂസ്മെന്റ് പാർക്കിലായിരുന്നു. എല്ലാ ദിവസവും പ്രോഗ്രാം ഉണ്ടായിരുന്നു. പക്ഷെ കോവിഡിന് ശേഷം ആ പാർക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈ വർഷം അത് പൂർണ്ണമായിട്ടും അത് ക്ലോസ് ചെയ്തു. സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും മാജിക് ട്രിക്കുകൾ ഡീകോഡ് ചെയ്യുകയോ മാജിക്കിന് പിന്നിലുള്ള രഹസ്യം തുറന്നു കാട്ടുകയോ ചെയ്യുന്ന രീതിയുണ്ട്. ഇത് ക്ലാസിക് സ്റ്റേജ് ആക്ടുകളുടെ പുതുമ നഷ്ടപ്പെടുത്തുകയും മാജിക് കലാകാരന്മാർക്ക് കാണികളിൽ നിഗൂഢതയും കൗതുകവും നിലനിർത്തുന്നതിനുള്ള സാധ്യത ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഈ ഒരു കലാകാരന്മാരുടെ കൊറോണയ്ക്ക് മുമ്പും ശേഷവും എന്നുള്ളൊരു കാലഘട്ടത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. മജീഷ്യൻ വിഘ്നേഷ് കരിപ്പോട്. ഒന്നാമത്തത് പ്രോഗ്രാംസ് കുറവാണ്. അത് മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയ വന്നതോട് കൂടിയിട്ട് ഈ മാജിക്കിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആസ്വാദനം എന്ന് പറയുന്നത് ട്രിക്സ് ആണ് മാജിക് എന്നുള്ളത് അറിയാം.
പറയാം. പക്ഷെ ആ ഒരു ട്രിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് ചെയ്യുമ്പോൾ ആളുകൾ അത് എങ്ങനെ എന്ന് അത്ഭുതത്തോടെ കാണുമ്പോഴാണ് മാജിക്കിന്റെ വിജയം ഇരിക്കുന്നത്. അപ്പൊ മാന്ത്രികർക്ക് ആ ചെയ്യുന്ന ഐറ്റത്തിനെ കുറച്ചുകൂടി അവരിലേക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ചെയ്ത് പുതിയ പുതിയ ഐറ്റംസ് കണ്ടുപിടിക്കേണ്ട, അല്ലെങ്കിൽ അതിന്റെ ഒരു ആവശ്യം കൂടി വന്നു എന്നുള്ളതാണ്. നമ്മൾ പെർഫോം ചെയ്യുന്നു, അതും പക്ഷെ തൊട്ടടുത്ത ദിവസങ്ങൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുമ്പോൾ നമ്മളാകെ, കാരണം നമ്മൾ മാനസികമായിട്ട് തളരുന്ന ഒരു അവസ്ഥയാണ്. മജീഷ്യൻ വൈദർ ഷാ. ചിലപ്പോൾ ചില വ്യക്തികളോ അല്ലെങ്കിൽ സംഘടനകളോ അല്ലെങ്കിൽ ഈവന്റ് മാനേജ്മെന്റ് പോലുമോ പ്രോഗ്രാം ബുക്ക് ചെയ്യും. ചിലപ്പോൾ അഡ്വാൻസ് തരും, അല്ലെങ്കിൽ അഡ്വാൻസ് തരില്ല. പ്രോഗ്രാം കഴിയുമ്പോൾ അവർ അവിടുന്ന് സ്ഥലം കാലിയാക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു. എങ്ങനെ നേരിടുമെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. അപ്പോൾ നമ്മുടെ കൂടെ വന്നവർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കൊടുക്കേണ്ടി വന്നു. മറ്റൊന്ന്, സോഷ്യൽ മീഡിയയിലൂടെ ഇതിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ഐറ്റം എടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കുട്ടികൾ വിളിച്ചു കൊണ്ട് അതെനിക്കറിയാമെന്ന് പറയും. വല്ലാത്ത അവസ്ഥയിലാണ്. വലിയൊരു സ്റ്റിക്ക് രംഗത്ത് കാണിച്ചാൽ 2 അംബ്രല്ല ആവുന്ന ഒരു ആക്ട് ഉണ്ട്. സാധാരണ മാനുഫാക്ചറേഴ്സ് 2 കളർ പർട്ടിക്കുലർ കളറിലേ ഇറക്കാറുള്ളൂ. ഈ സ്റ്റിക്ക് എടുക്കുമ്പോൾ തന്നെ കുട്ടികൾ വിളിച്ചു പറയും ഇപ്പൊ മഞ്ഞയും ചുവപ്പും കൂടെ വരുന്നുണ്ട്. അത്തരം അവസ്ഥയാണ്. ഞാൻ ഈ ചെപ്പും പന്തും എന്ന് പറയുന്ന പ്രാചീന കാലത്തെ ഒരു കലയുണ്ട്. വാഴക്കുന്നം തിരുമേനിയുടെ ശിഷ്യന്റെ ശിഷ്യനിൽ നിന്നാണ് ഞാനത് പഠിച്ചത്. എനിക്കതിന് 3 നാഷണൽ അവാർഡും ഇന്റർനാഷണൽ മെഡലും കിട്ടിയ ആളാണ്. പക്ഷെ അത് കളിപ്പിക്കാൻ ആളില്ല. കാരണം ആകെ അതിന് 10 മിനിറ്റ് ദൈർഘ്യമുള്ളൂ. നമ്മൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ അത് ഏതെങ്കിലും പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം ഒരാഴ്ച ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാൻ പറ്റില്ല. അത്ര കഠിനമായ പരിശീലനം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. പക്ഷെ അത് നിന്ന് പോവാണ്. ആരും പഠിക്കാനും വരുന്നില്ല, ബുക്ക് ചെയ്യാനും വരുന്നില്ല. കുറച്ച് ഷോ കിട്ടിയെങ്കിലേ നമുക്ക് അതുകൊണ്ട് പ്രയോജനമുള്ളൂ. മജീഷ്യൻ രാജീവ് മേമുണ്ട. തുടർച്ചയായി നമ്മളൊരു സാധനം ഉപയോഗിക്കാതെ വന്നു കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ ഈ തൂവൽ കൊണ്ടുള്ള ഫെദർ സെറ്റുകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് നമ്മൾ ഇങ്ങനെ ഭദ്രമായി മടക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേത്തെ വർഷം എടുക്കുമ്പോൾ എല്ലാം പൊടിഞ്ഞു പോകും. ചില കെമിക്കലുകളുണ്ട്, നല്ല വില കൂടിയ കെമിക്കലാണ്. ഇതൊക്കെ തന്നെ കട്ട പിടിച്ചു പോകും. പ്ലൈവുഡ് സാധനങ്ങളായിരുന്നു കുറെ. ഞാൻ ഈ നാഗർകോവിൽ ഷോ ചെയ്തിരുന്നു. അപ്പൊ അവിടുന്ന് പാർസൽ ഓഫീസിൽ കൊടുത്ത് 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് എന്റെ പാർസൽ സാധനങ്ങൾ ഇവിടെ എത്തിയത്. എന്റെ ഒരുപാട് ഗ്ലാസ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ മൊയലിനെയൊക്കെ എടുക്കുന്ന പ്രൊഡക്ഷൻ ബോക്സ് ഉണ്ട്, 4 ഭാഗവും ചില്ല് കാണിച്ചിട്ട് പെട്ടെന്ന് അതിൽ റാബിറ്റ് പ്രൊഡക്റ്റ് ചെയ്യുന്ന ഒരു ബോക്സ്, വലിയ വില പിടിച്ച സാധനമാണ്. അതൊക്കെ നാശകോശമായി ആകെ ഡാമേജ് ആയിട്ട് ഒരു വലിയ നഷ്ടം. കാരണം എന്റെ മേലെ ലോഡ് കണക്കിനുള്ള വെയിറ്റുകളൊക്കെ ഇട്ട് നമ്മുടെ പെട്ടി കംപ്ലീറ്റ് ചീഞ്ഞു പോയി. നമുക്കൊരു വലിയ നഷ്ടം കൊറോണ സമയത്ത് അത് ഇന്നും നീക്കപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം. ചില പ്രൊഡക്റ്റുകൾ പിന്നീട് കിട്ടില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോ ഒരു മാർക്കറ്റിൽ അവൈലബിൾ ആയത് പിന്നെ നമ്മൾ ഉപയോഗിച്ച് പിന്നെ ആ സാധനം ഉണ്ടാക്കുന്ന കമ്പനികൾ അത് നിർത്തിയിട്ടുണ്ടാവും. മജീഷ്യൻ രാജേഷ് ചന്ദ്ര. ആർട്ടിസ്റ്റുകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ നിപ്പ വന്നു, കൊറോണ വന്നു, പ്രളയം വന്നു, എല്ലാം സീസൺ ടൈമിലാണ് വന്നുകൊണ്ടിരുന്നത്. മജീഷ്യൻസിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ ലഗേജ് കൊണ്ടുപോകണം. 10 മിനിറ്റ് പ്രോഗ്രാം ചെയ്യണമെങ്കിലും നമ്മുടെ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ബാക്ക് സ്റ്റേജിൽ നമ്മുടെ ഇതിന്റെ പ്രിപ്പറേഷൻ ഉണ്ട്. ആ പ്രിപ്പറേഷൻ ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ആ ഷോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു 1 അവർ ഷോ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അതിലൊരു 3000 രൂപ എന്റെ കയ്യിൽ നിന്ന് പോകും. എന്റെ അസിസ്റ്റൻസ്, എന്റെ കൂടെ വരുന്ന ആൾക്കാർ, അവരൊക്കെ ചിലവ് എനിക്ക് എടുക്കേണ്ടി വരും. എന്റെ അടുത്തുള്ള സാധനം ഞാൻ വലിയ പൈസയും കൊടുത്തിട്ട് വാങ്ങിയിട്ടാണ് എനിക്ക് കയ്യിൽ വെച്ചിട്ടുള്ളത്. അപ്പൊ ആ ഷോ ചെയ്യുമ്പം അതിൽ എന്തെങ്കിലും എനിക്ക് ഇൻകം വന്നാലല്ലേ ഇതിന്റെ മുതൽ കിട്ടുള്ളൂ. മജീഷ്യൻ സുധീർ മാടത്തത്തിൽ. അവസരങ്ങൾ കുറഞ്ഞു വരികയാണ് മാജിക്കിന്. എന്റർടൈൻമെന്റ് കൈകളിലെത്തുമ്പോൾ നമ്മളെ സ്റ്റേജ് പ്രോഗ്രാമിന്റെ അവസരങ്ങൾ കുറഞ്ഞു വരികയും ഒരു മജീഷ്യൻ അവർ ഇലൂഷൻ ഷോ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അതിനനുസരിച്ചുള്ള വരുമാനം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല എന്നതാണ് യഥാർത്ഥമായ സത്യം. സീക്രസി നമ്മുടെ യൂട്യൂബിലും മറ്റും ചാനൽ റിവീൽ ചെയ്യുന്നതോടുകൂടി അതും മാജിക്കിന് ഒരു വെല്ലുവിളിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇത്രയും വർഷം നമ്മൾ ഒരു കലയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് പെട്ടെന്ന് മറ്റൊരു ഫീൽഡിലേക്ക് പോകാൻ പറയുമ്പോൾ നമ്മൾ ഈ പകച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകും. അത് നമ്മുടെ ജീവിതം തന്നെ ഇതിനു വേണ്ടി സമർപ്പിച്ച കലാകാരന്മാരാണ് ഈ രംഗത്തുള്ളത്. ഈ കല നിലനിൽക്കണമെങ്കിൽ കേരളത്തിലെ മാന്ത്രികർക്ക് കയ്യടിയേക്കാൾ കൂടുതൽ സമൂഹത്തിന്റെ പിന്തുണ ആവശ്യമാണ്. കലാകാരന്മാർക്ക് അംഗീകാരവും സാമ്പത്തിക സഹായ പദ്ധതികളും മറ്റു കലകൾക്ക് ലഭ്യമായതിന് സമാനമായ പ്ലാറ്റ്ഫോമുകളും ആവശ്യമാണ്. മാജിക്കിന് അവാർഡ് കൊടുക്കുകയും ഫെലോഷിപ്പ് വരെ നൽകുകയും ചെയ്തിട്ടുള്ള ഒരു അക്കാദമിയാണിത്. കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി. ഈ കേരള സംഗീത നാടക അക്കാദമിയാണ് മാജിക്കിനെ ഈ സംഗീത നാടക അക്കാദമിയുടെ പരിധിയിലുള്ള കലകളിൽ ഒന്നായിട്ട് തെരഞ്ഞെടുത്തതും അതിന് ആവശ്യമായ അംഗീകാരം നൽകുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം എല്ലാ ജില്ലകളിലും ഇപ്പോൾ കേന്ദ്ര കലാസമിതികളുണ്ട്. സംഗീത നാടക അക്കാദമിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കലാസമിതികളുണ്ട്. അതിന്റെ കേന്ദ്ര സംഘടനയുണ്ട്. അവരോടുകൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് പരമാവധി മാജിക് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് ആവശ്യമുള്ള പരിപാടികൾ ഒരുക്കി കൊടുക്കുകയും വേണം എന്നാണ്. ആ ജില്ലാ കേന്ദ്ര കലാസമിതിയുമായി കൂടി നമ്മുടെ മാജിക് കലാകാരന്മാർ ബന്ധപ്പെടണം. കൺമുന്നിൽ ഏതോ ഒരു അത്ഭുതം ഇപ്പോഴും സാധ്യമാണെന്ന പ്രേക്ഷകരുടെ വിശ്വാസവും ഭാവനയ്ക്ക് ക്ഷണികമായ യാഥാർത്ഥ്യത്തെ മാറ്റി എഴുതാൻ കഴിയുമെന്ന കലാകാരന്റെ വിശ്വാസവും ചേരുന്ന വേദികൾ നിരവധി ഉണ്ടാകേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ കേരളത്തിന്റെ സാംസ്കാരിക ആത്മാവിന്റെ ഒരു ഭാഗം വേദിയിൽ നിന്ന് നിശബ്ദമായി ഒരു അത്ഭുത പ്രവൃത്തിയിലെന്ന പോലെ അപ്രത്യക്ഷമായേക്കാം.
പ്രഭാതഭേരി.